അപ്ഡേറ്റ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് PM ശ്രീ വിഷയത്തിലെ കടുത്ത എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്താനായിരുന്നു CPI തീരുമാനിച്ചിരുന്നത്. എങ്കിലില്ല, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ അവർ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് ആധാരമായ പരിഹാര ഫോർമുല CPIM-ന്റെയും CPI-യുടെയും ദേശീയ നേതൃത്വം കണ്ടിട്ടുള്ള ഒരു പരിഹാര ഫോർമുലയാണ്. സുനിൽ ഐസക്കിലേക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഈ പദ്ധതി നമുക്ക് പറ്റിയ പണിയല്ല, അതിൽ നമ്മൾ പിന്നോട്ട് പോകണമെന്നതായിരുന്നു CPI-യുടെ ആവശ്യം. ഇതിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്താണ് എന്ന് വെച്ചാൽ, CPIM മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്താണ്? ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം, അതിനുള്ള നടപടികൾ ആരംഭിക്കാം എന്നാണോ? അതോ പദ്ധതിയിൽ നിന്നേ പറ്റൂ, പക്ഷെ ചില ഇളവുകൾ ചോദിക്കാം എന്നാണോ? ശരി, ഇളവ് ചോദിച്ചാൽ മതി എന്നതിലേക്ക് CPIM എത്തിയെങ്കിൽ എങ്ങനെയാണ് എത്തിയത്? രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഒടുവിൽ കര തൊട്ടിരിക്കുന്നു. ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കാര്യങ്ങൾ സമവായത്തിലേക്ക് എത്തുകയാണ്. ആരാണ് വഴങ്ങിയതെന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. അത് CPI ആണോ CPM ആണോ എന്നതാണ് ചോദ്യം. നോക്കൂ, CPI ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തിക്കൊണ്ടിരുന്ന കാര്യം എന്താണ്? ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഞങ്ങളില്ല എന്നാണ്. പക്ഷേ അങ്ങനെ പിന്മാറാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് ഇതിൽ ഇളവ് അനുവദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു കത്ത് നൽകുക എന്നതാണ്. ഇപ്പോൾ പക്ഷേ പിന്മാറുന്നു എന്ന് പറഞ്ഞ് കത്ത് നൽകിയാൽ പോലും അതൊരു മണ്ടത്തരമാണ്, ഒരു വിഡ്ഢിത്തരമാണ്. അത് കേരളത്തിന് അതിനുള്ള അവകാശമില്ല, സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. അത് പിന്മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്. പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് ഇതിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് കത്ത് നൽകുക, അതിൽ ഇളവ് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നവരെ പദ്ധതി മരവിപ്പിക്കുക, മാത്രമല്ല ഇതിന്റെ ഫയൽ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഇത് മാത്രമാണ് ഒടുവിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇത് CPIയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ CPM-ന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി CPM-ന് അങ്ങനെ ഒരു വിജയം അവകാശപ്പെടാനും കഴിയും. ഇത് സംസ്ഥാന തലത്തിൽ എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ചർച്ച 1-2 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അതായത് D രാജയും MA ബേബിയും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അവർ കൂടി ഉൾപ്പെട്ട് അവർ കൂടി തീരുമാനിച്ചുറപ്പിച്ച ഒരു സമവായ ഫോർമുലയാണ് ഇന്ന് രാവിലെ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത് MA ബേബി തന്നെ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ അങ്ങനെ ഒരു ഫോർമുലയെക്കുറിച്ച് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. ആ ഫോർമുല ഏതാണ്ട് പൂർണ്ണമായും CPM അംഗീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും അടക്കമുള്ളവർ പങ്കെടുത്ത CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് അംഗീകരിക്കുകയും ആ വിവരം ബിനോയ് വിശ്വത്തെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ, ഒപ്പം ദേശീയ സെക്രട്ടറി D രാജയെ ഒക്കെ കൃത്യമായി വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്തായാലും രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് രാവിലെ തന്നെ നേതാക്കളുടെ ഒരു ശരീരഭാഷയും സംസാരവും ഒക്കെ കൃത്യമായി അവരൊരു അനുനയത്തിലേക്ക് പോകുന്നു, ഒരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇന്നലെ CPM മുന്നോട്ട് വെച്ച, അതായത് കഴിഞ്ഞ ദിവസം CPM മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു LDF യോഗം ചേരാം, ആ യോഗത്തിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കാം, ചർച്ച ചെയ്യാം. LDF എന്ന തരത്തിലോ അതല്ലെങ്കിൽ മന്ത്രിസഭാ ഉപസമിതി എന്ന തരത്തിലോ ഒരു സമിതിയെ രൂപീകരിക്കാം, ആ സമിതി തുടർ നടപടികൾ ചർച്ച ചെയ്യട്ടെ എന്നൊരു തീരുമാനമായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. പക്ഷേ CPI ഇതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനില്ല എന്ന് പറഞ്ഞിട്ടൊരു കത്ത് നൽകണം എന്നൊരാവശ്യത്തിൽ CPI ഉറച്ചു നിന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിൽ ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ ഇത് അതുവരെ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് നൽകുക എന്നത് മാത്രമാണ്. അത് സംസ്ഥാന സർക്കാർ ചെയ്യാമെന്ന് തയ്യാറായിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ആ കാര്യത്തിൽ ഒരു ഉറപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ CPIയുടെ ആവശ്യത്തിന് CPM വഴങ്ങിയിരിക്കുന്നു എന്നുകൂടി പറയാം. പക്ഷെ നോക്കൂ, പ്രതിഷേധത്തിന്റെ ഏറ്റവും എൻഡ് എന്ന് പറയുന്ന തരത്തിൽ, അതായത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമായിരുന്നു. അതിന്റെ കാരണം പറഞ്ഞത് ഈ PMC പദ്ധതി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മുന്നണി ബന്ധങ്ങളിലെ മര്യാദകൾ ഉണ്ടാവാതെ മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെടുന്നു. ഒപ്പം CPI ഇരട്ടത്ത് നിർത്തി, CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു. അതിൻ്റെയൊക്കെ പ്രതിഷേധം എന്ന നിലയ്ക്ക് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നായിരുന്നു CPI നേതാക്കൾ ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്നുകൂടി CPI പതുക്കെ പിന്നോട്ട് പോകുന്നു. സ്വാഭാവികമായും CPI-യും വഴങ്ങിയിരിക്കുന്നു CPM-ന്റെ സമ്മർദ്ദത്തിന്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ട് വിളിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ രാവിലെ 10 മണിക്കോ 9:30 ഒക്കെ നടക്കേണ്ട മന്ത്രിസഭാ യോഗം CPIക്ക് കൂടി വഴിയൊരുക്കുന്നതിന് വേണ്ടി
ഒരു പാത വെട്ടുന്നതിന് വേണ്ടി വൈകിട്ട് 3:30 മാറ്റിവെക്കുക കൂടി ചെയ്തു. എന്തായാലും ആ CPM വെട്ടിയ ആ വഴിയിലൂടെ ഇന്ന് വൈകിട്ട് 3:30 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് CPIയുടെ 4 മന്ത്രിമാരും നടന്നു കയറുകയാണ്. ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു അകലത്തിന് പരിഹാരമായിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിനോട് PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പുവെച്ചുവെങ്കിലും ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായ ചില ഇളവുകൾ വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്ത് അയക്കാൻ തീരുമാനിച്ചു. ആ കത്തിനകത്ത് തീരുമാനമുണ്ടാകുന്നതുവരെ ഇപ്പോഴത്തെ കരാർ മരവിപ്പിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമായി കേന്ദ്രത്തിന് മുൻപിൽ വെക്കുക. ആ കാര്യം അറിയിച്ചിരിക്കുന്നു CPIയും അതിനോട് അനുഭാവത്തോടെയുള്ള നിലപാട് സ്വീകരിക്കുകയും ഇന്നത്തെ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇതിൽ സമവായത്തിന്റെ പോയിന്റിൽ മീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.